ബാങ്ക് മാനേജറും അധ്യാപകനും നല്ല കൂട്ടുകാരായിരുന്നു. ഒരേ വലുപ്പത്തിലുള്ള ഒരേ ഇനത്തിൽപ്പെട്ട മരത്തൈകളെ അവർ ഒരുമിച്ചാണ് വാങ്ങിയത്. രണ്ടുപേരും അവരുടെ വീട്ടുമുറ്റത്ത് ഭംഗിയായി അത് നട്ടു. ബാങ്ക് മാനേജർ ദിവസവും 2 നേരം കൃത്യമായി വെള്ളമൊഴിച്ചു. എന്നാൽ അധ്യാപകനാകട്ടെ വല്ലപ്പോഴും നല്ല വരൾച്ചയുള്ളപ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ചു. മരത്തൈകൾ വളർന്നു മരമായി മാറി. പെട്ടെന്നാണ് ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് ബാങ്ക് മാനേജർ കാണുന്നത്. തന്റെയും അയൽക്കാരന്റെയും മരങ്ങൾ ഇത് ആടി ഉലയുന്നുണ്ട്. ബാങ്ക് മാനേജർ ഹൃദയം പിളർക്കുന്ന ആ കാഴ്ച കണ്ടു. ഇതാ തന്റെ മരം ഇങ്ങനെ ആടി ഉലഞ്ഞ് കടപുഴകി താഴെ വീണു. അയാൾ പെട്ടെന്ന് അടുത്ത പറമ്പിലുള്ള അധ്യാപകന്റെ മരത്തിലേക്ക് നോക്കി. അത് ആടി ഉലയുന്നുണ്ട്, പക്ഷെ അത് കടപുഴകുന്നില്ല. ഇങ്ങനെ കാറ്റെല്ലാം അമർന്നു കഴിഞ്ഞപ്പോ ബാങ്ക് മാനേജർ ഓടിയത് അധ്യാപകന്റെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് മരത്തൈകൾ വാങ്ങിയത്. നിങ്ങളുടെ മരത്തൈ നട്ടതുപോലെയല്ല, അതിനെ പരിചരിച്ചതുപോലെയല്ല ഞാൻ എന്റെ മരത്തൈയെ പരിചരിച്ചത്. ഞാൻ ദിവസവും 2 നേരം കൃത്യമായി വെള്ളമൊഴിച്ചു. നിങ്ങൾ അതൊന്നും ചെയ്തിരുന്നില്ല. എന്നിട്ടിതാ വലിയ കാറ്റടിച്ചപ്പോ എന്റെ മരം മാത്രം കടപുഴകി താഴെ വീഴുകയും അങ്ങയുടെ മരം ഒന്നും സംഭവിക്കാത്ത പോലെ ഇതാ നിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അധ്യാപകൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, സുഹൃത്തെ, അത് തന്നെയാണ് അതിന്റെ കാരണം. നിങ്ങൾ ദിവസവും 2 നേരം കൃത്യമായി വെള്ളമൊഴിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മരത്തേക്ക് അതിന്റെ വേരുകൾക്ക് ഒരുപാട് താഴേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നില്ല. അതിന്റെ ഉപരിതലത്തിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുള്ളത് കൊണ്ട് വേരുകൾ താഴേക്ക് ഇറങ്ങിയില്ല. എന്നാൽ ഞാൻ വല്ലപ്പോഴും മാത്രം വെള്ളമൊഴിച്ചതുകൊണ്ട് പുറമേയുള്ള അതിന്റെ മണ്ണ് മുഴുവൻ വരണ്ടതായതുകൊണ്ട് അതിന്റെ വേരുകൾക്ക് താഴേക്ക് ഇറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ജലം തേടി വളം തേടി അത് വേരുകൾക്കിടയിലൂടെ മണ്ണിനിടയിലൂടെ ഇങ്ങനെ കല്ലുകൾക്കിടയിലൂടെയൊക്കെ ആഴ്ന്നാഴ്ന്ന് താഴേക്ക് ഇറങ്ങി. വേരുകൾ ഒരുപാട് താഴേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്റെ മരം വലിയ കാറ്റിലും ഇങ്ങനെ കടപുഴകാതെ നിവർന്നു നിന്നു. അങ്ങയുടെ മരം പെട്ടെന്ന് കടപുഴകിയതിന്റെ കാരണം അതിന് താഴേക്ക് വേരോട്ടം തീരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്തിലാണ് നമ്മൾ. നോമ്പ് ചില വരണ്ട അനുഭവങ്ങളെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വേരുകൾ കുറെ കൂടി ആഴത്തിലേക്ക് ഇറങ്ങാൻ ബോധപൂർവം അതിന്റെ ജീവിതത്തിന്റെ ഉപരിതലങ്ങളിൽ നമ്മൾ എല്ലാത്തരം സുഖലഭ്യതയുടെ പശിമയും ഇല്ലാതാക്കി പരിപരുത്ത ജീവിത അനുഭവങ്ങളെയും അതിന്റെ ഊഷ്ഠരതകളെയും ബോധപൂർവം നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തിന്റെ വേരുകൾ കുറെ കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങാനാണ്. അങ്ങനെ ആ വേരുകൾ താഴേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് പ്രതിബന്ധങ്ങളുടെ ഈ കാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകുകയുള്ളൂ. നോമ്പ് അങ്ങനെയാണ് ഒരു അനിവാര്യതയായി മാറുക. അങ്ങനെ വിശ്വാസത്തിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന അർത്ഥവത്തായ ഒരു നോമ്പ് നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ഉണ്ടാകട്ടെ.